ഹായ് വെൽക്കം ടു എജൂബിൾസ് ലേണിംഗ്. നമ്മളെ കേട്ടറ്റ് എക്സാമിൻ്റെ അപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 26-ാം തീയതി മുതൽ 7-ാം തീയതി വരെയാണ് ഇതിൻ്റെ സമയം. നമ്മൾ നേരത്തെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. നിങ്ങളൊക്കെ നമ്മളത് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. സർവീസിലുള്ള അധ്യാപകരായതുകൊണ്ട് ചില പ്രൊസീജിയേഴ്സ് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ വീഡിയോ കാണാൻ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാം. കൃത്യമായി അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാമിൽ മാർക്ക് കിട്ടിയാലും നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വന്നാൽ ഉറപ്പായിട്ട് നമ്മുടെ എക്സാം ഇൻവാലിഡ് ആവും. അതില്ലാതിരിക്കാൻ കൃത്യമായിട്ട് പലപ്പോഴും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എക്സാം എഴുതുന്നവരായിരിക്കും. നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് വരുന്നത് കേട്ടറ്റ് എന്ന് ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ മതി. അതായത് catet.kerala.gov.in എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മുടെ നോട്ടിഫിക്കേഷൻ കാണാം. കേട്ടറ്റ് ഫെബ്രുവരി 2026. ഇവിടെ ഡൗൺലോഡ്, അത് നമ്മൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് രജിസ്ട്രേഷൻ എന്ന് കാണാം. ഇവിടെ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെയുള്ള ഒരു വിൻഡോ ഓപ്പൺ ചെയ്തു വരും. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ജസ്റ്റ് നോക്കൂ, നമ്മൾ ബിഫോർ ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ അപ്ലിക്കൻസ് ആർ അഡ്വൈസ്ഡ് ടു കെയർഫുള്ളി ഗോ ത്രൂ ദ നോട്ടിഫിക്കേഷൻ ജനറൽ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡ് ലൈൻസ്. നമ്മൾ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നോക്കുക. നമ്മുടെ എക്സാം എഴുതാനുള്ള യോഗ്യത, അതുപോലെ തന്നെ നമ്മൾ ഏത് കാറ്റഗറിയാണ് എഴുതേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. 26 മുതൽ 7-ാം തീയതി വരെയാണ്. ഫൈനൽ പ്രിൻ്റ് ഔട്ട് 13-ാം തീയതിയാണ്, അടുത്ത മാസം 13 പിന്നെ അഡ്മിറ്റ് കാർഡ് എന്നാ ഡൗൺലോഡ് ചെയ്യേണ്ടതൊക്കെ പിന്നീട് വരും. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് എക്സാമിനേഷനും കൃത്യമായിട്ട് സാധാരണ നോട്ടിഫിക്കേഷനിൽ ഉണ്ടാവാറുണ്ട്. ഈ പ്രാവശ്യം സർവീസിലെ അധ്യാപകർക്ക് ഉണ്ടാവില്ല. SSLC എക്സാം, എലക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ മുന്നിൽ വരാനുള്ളത് കൊണ്ട് അത് അവർ കൃത്യമായിട്ട് പിന്നീട് അറിയിക്കും. ഇവിടെ സിലബസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 4 കാറ്റഗറിയിലെയും സിലബസ് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യണമല്ലോ. ഇവിടെ സൈഡിൽ കണ്ടോ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കണ്ടോ, ഇവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ന്യൂ രജിസ്ട്രേഷന് പോയാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു വിൻഡോ ഓപ്പൺ ചെയ്യും. ഇവിടെ 3 കാര്യങ്ങളുണ്ട്. ഐ ഹാവ് റെഡ് ദ നോട്ടിഫിക്കേഷൻ തെറോലി. ഞാൻ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു. ക്ലിക്ക് ഇടാം. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. 2, ഐ ഹാവ് റെഡ് ദ ഇൻസ്ട്രക്ഷൻ ഫോർ ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ. ഓൺലൈൻ സബ്മിഷൻ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചിട്ടുണ്ട്, അത് നമ്മൾ ചെയ്തു. സോഫ്റ്റ് കോപ്പി ഓഫ് ഫോട്ടോഗ്രാഫ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റ് JPEG ഓർ JPG ഫോമാറ്റ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫോട്ടോഗ്രാഫിൻ്റെ ഫോട്ടോയുടെ JPG ഫോമാറ്റിലുള്ളതായിരിക്കണം. അതുപോലെ 150x200 അല്ലേ, ആ പിക്സലിലും അതുപോലെ അതിൻ്റെ സൈസ്, നമുക്ക് സൈസൊക്കെ നിങ്ങൾക്ക് അക്ഷയയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്തോളൂ. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഓൺലൈനായിട്ട് സൈസ് കുറയ്ക്കാനുള്ളതൊക്കെ ഉണ്ട്. 20 KB to 30 KB വരെയാണ് അതിൻ്റെ സൈസ്. അപ്പോൾ ഓൺലൈൻ സൈസ് റീസൈസറൊക്കെ ഉണ്ടാവും, അതിൽ യൂസ് ചെയ്തിട്ട് നമുക്കതും ചെയ്യാം. സോ 3 ടിക്കറ്റ് ക്ലിക്ക് ഹിയർ ന്യൂ രജിസ്ട്രേഷൻ. ഇതാണ് നമ്മുടെ പ്രോസസ്സ്. ഫസ്റ്റ് നമ്മൾ വെദർ എംപ്ലോയിഡ് ആസ് ടീച്ചർ ഓർ നോൺ ടീച്ചർ. ഇവിടെ നമ്മളിപ്പോൾ സർവീസിലുള്ള അധ്യാപകരല്ലേ, അത് യെസ് കൊടുക്കുന്നു. നമ്മൾ സർവീസ് അധ്യാപകർക്ക് വേണ്ടിയാണ്. സ്കൂൾ ടൈപ്പ് അവിടെ കണ്ടോ, ഗവൺമെൻറ് എയ്ഡഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ആണ്, ഗവൺമെൻറ് സൈഡ്. പിന്നെ പെൻ നമ്പർ, അല്ലേ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചില ആളുകൾക്ക് ഉണ്ടാവില്ലെങ്കിൽ അവരെന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരുന്നു. ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, അത് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ അവസാനം നിങ്ങൾക്ക് കാണാം. ക്ലിയർ ആയോ? ഇതാണ്. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്യണം. നമ്മളെ മാനേജറോ സ്കൂൾ പ്രിൻസിപ്പാളോ അവരെ കൊണ്ട് ഒപ്പ് ചെയ്ത് നമ്മൾ കാണിക്കേണ്ടതാണ്. അത് നമ്മൾ ശരിയാക്കി വെക്കണം. പിന്നെ അത് നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ജോയിനിങ്, നമ്മൾ ജോയിൻ ചെയ്ത ഡേറ്റ്. അതുപോലെ നെയിം ഓഫ് ദ സ്കൂൾ അല്ലേ, സ്കൂളിൻ്റെ നെയിം കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് സ്കൂൾ കോഡ്, സ്കൂളിൻ്റെ കോഡ് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ നെയിം ഓഫ് ദ സ്കൂൾ എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റ്. നമ്മൾ ഏത് സ്കൂൾ, ഏത് എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യണം. ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ അടുത്ത കാര്യം ചെയ്യേണ്ടത്, നമ്മൾ ഏത് എക്സാമാണ് എഴുതുന്നത്, കാറ്റഗറി 1, 2, 3, 4 അല്ലേ. നിങ്ങൾ LP ആണെങ്കിൽ കാറ്റഗറി 1, ചില ആളുകൾക്ക് LP UP എഴുതാനുണ്ട്, അപ്പോൾ കാറ്റഗറി 1. അപ്പോൾ നമ്മൾ 2 എക്സാം എഴുതുന്നുണ്ട്. അതായത് കാറ്റഗറി 1ഉം 2 എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ കാറ്റഗറി 2, 3 രണ്ടും എഴുതുന്നുണ്ട്. ചില ആളുകൾ 3ഉം 4 എഴുതുന്നവരുണ്ടോ ലാംഗ്വേജിലൊക്കെ. അപ്പോൾ ഇവർ 2 ആപ്ലിക്കേഷൻ വേറെ കൊടുക്കേണ്ടതില്ല, ഒന്നിൽ തന്നെ അത് ടിക്ക് ഇടുക. 1 മാത്രമുള്ളവർ 1 ടിക്ക് ഇടുക. ഇനി 1ഉം 2 ഉള്ളവർ 2 ടിക്ക് ഇടുക. ഓക്കെ, ഇങ്ങനെ ആയാൽ താഴെ കാറ്റഗറി 1ൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വരും.
1ന്റെ ഡീറ്റെയിൽസ് നോക്കൂ. അവിടെ നമ്മൾ ഏത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്മൾ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് കേട്ടറ്റ് എക്സാമിന് 2 ലാംഗ്വേജ് എഴുതാനുണ്ടാവും. ഇപ്പോൾ കാറ്റഗറി 1കാർക്ക് നമുക്ക് സൈക്കോളജി ഉണ്ടാവും, ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി. അതുപോലെ തന്നെ നമ്മുടെ EVS മാത്സ്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് മലയാളം, ഇംഗ്ലീഷ്, അല്ലെങ്കിൽ 2 ലാംഗ്വേജ് എഴുതാനുണ്ടാവും. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് 1 ആയിട്ട് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് അല്ലേ, മീഡിയം ഓഫ് എക്സാമിനേഷനാണ് ചോദിച്ചത്. അത് മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഇംഗ്ലീഷ്, കന്നഡ, ഇംഗ്ലീഷ്. ഓക്കെ, അവിടെ കൊടുക്കാം. രണ്ടാമത്തത് പാർട്ട് 2 ലാംഗ്വേജ്. പാർട്ട് 2 ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്ട് 2 ഒരു ലാംഗ്വേജ് ഉണ്ടാവും. അവിടെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ്, 2 ലാംഗ്വേജിൽ ഒന്ന്, മലയാളം, തമിഴ്, കന്നഡ. അപ്പോൾ നമ്മുടെ മീഡിയം ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മലയാളം സെലക്ട് ചെയ്യാം. അപ്പോൾ പാർട്ട് 2 ലാംഗ്വേജ് ആയി നിങ്ങൾ മലയാളം സെലക്ട് ചെയ്തു. ഇനി മൂന്നാമത്, അതപ്പോൾ ഒരു ലാംഗ്വേജ് ആയിട്ടോ. ഇനി രണ്ടാമത്തെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ലാംഗ്വേജ്, ഇപ്പോൾ മലയാളം അല്ലേ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത്, അതല്ലാത്ത മറ്റൊരു ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ്, അറബിക് അല്ലേ, പാർട്ട് 1ൽ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്, ഇംഗ്ലീഷോ അറബിക്കോ. അപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്. സോ ഇനി മിനിമം ക്വാളിഫിക്കേഷൻ ഇവിടെ കണ്ടോ, നമുക്ക് ഓരോ കാറ്റഗറിയിലേക്ക്. അപ്പോൾ ഇവിടെ കാറ്റഗറി 1 എഴുതാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഹയർ സെക്കൻഡറി അല്ലെ സീനിയർ സെക്കൻഡറി അറ്റ്ലീസ്റ്റ് 45%. TTC, DED, DELED ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, DELED ആണെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇനി മറ്റ് ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ രണ്ടാമത്തെ കൊടുക്കാം. ഇനി ഹയർ സെക്കൻഡറി പ്ലസ് 4 ഇയർ ബാച്ചിലർ എലമെൻ്ററി എഡ്യൂക്കേഷൻ അത് കൊടുക്കാം. ഇവിടെ ഓരോന്ന് കൊടുക്കാം. BTech ആണ്, അതർ BTechകാർക്ക് ഓപ്ഷൻ ഉണ്ട്. ഇനി അതർ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ SSLC പ്ലസ് TTC ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മാർക്ക് രജിസ്റ്റർ കണ്ടോ, +2ൻ്റെ രജിസ്റ്റർ നമ്പർ അത് അവിടെ കൊടുക്കുക. +2 എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ നമ്പർ. പിന്നെ യൂണിവേഴ്സിറ്റി നമ്മൾ ഏത് ബോർഡാണ്, കേരള അല്ലേ, അതാണ് കൊടുക്കുക. പിന്നെ സ്റ്റഡീഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചത്, ഏത് ഇയർ ഓഫ് പാസിങ് ഇവിടെ, അതുപോലെ മാർക്ക് അല്ലേ, മാർക്കിൻ്റെ പെർസെൻറ്റേജ് കൊടുക്കേണ്ടത്. നമ്മൾ പെർസെൻറ്റേജ് പറഞ്ഞല്ലോ, എത്ര പെർസെൻറ്റേജ് വേണം. രണ്ടാമത് TTC, DELED, അതിലും രജിസ്റ്റർ നമ്പർ, യൂണിവേഴ്സിറ്റി, സ്റ്റഡീഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇയർ ഓഫ് പാസിംഗ് തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കാറ്റഗറി 2 എന്ന് പറയുമ്പോൾ ഇവിടെ കാറ്റഗറി 1, 2 എഴുതുന്നവർക്ക് 2 കൊടുക്കാം. ഇവിടെയും അതുപോലെ മീഡിയം ഓഫ് എക്സാമിനേഷൻ പാർട്ട് 2 ലാംഗ്വേജ് ആയിട്ട് അവിടെ എത്ര ഓപ്ഷൻ നോക്കൂ, മലയാളം, തമിഴ്, കന്നഡ, ഇംഗ്ലീഷ് ഉണ്ട്. ഇത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. മലയാളം സെലക്ട് ചെയ്തു. അങ്ങനെയാണ് പാർട്ട് 3ലുള്ള ലാംഗ്വേജിൽ മലയാളം സെലക്ട് ചെയ്ത ആളുകൾ വീണ്ടും മലയാളം സെലക്ട് ചെയ്യരുത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക, മറ്റൊരു ലാംഗ്വേജ് ഇംഗ്ലീഷ്. ഓക്കെ, നമുക്ക് അവിടെ 2 ഓപ്ഷൻസ് ഉള്ളത്, അത് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾ പാർട്ട് 1 മലയാളമാണ്, ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തെങ്കിൽ പാർട്ട് 2ൽ മലയാളം സെലക്ട് ചെയ്യാം. പിന്നെ മിനിമം ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആൻഡ് TTC ഓർ DELED ഏതാണ് നോക്കാം, ഗ്രാജുവേഷൻ കൊടുത്തിട്ട്. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ BA, BSc, BCom 3 ഗ്രാജുവേഷൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. BComകാർക്കും എഴുതാട്ടോ. അവിടെ രജിസ്റ്റർ നമ്പർ, യൂണിവേഴ്സിറ്റി, ബോർഡ്, സ്റ്റഡീഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, യൂണിവേഴ്സിറ്റി അവിടെ വരികയല്ലോ. അപ്പോൾ നമ്മൾ അല്ലേ യൂണിവേഴ്സിറ്റിന് കീഴിലല്ലേ ഡിഗ്രി ഒക്കെ ചെയ്യാം. അപ്പോൾ പിന്നെ സ്റ്റഡീഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഇയർ ഓഫ് പാസിംഗ്, മാർക്ക്. അതുപോലെ തന്നെ TTC, DED, DELED ഒക്കെ ആണെങ്കിൽ അതുപോലെ ഇതാക്കണോ, ഇവിടെ നമുക്ക് അതിൻ്റെ യൂണിവേഴ്സിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓപ്ഷൻസ് ഇവിടെ നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഗ്രാജുവേഷൻ പ്ലസ് B.Ed ആണ് നോക്കിയടാ. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് മാറിയില്ലേ, BA, BSc, BCom, ഡിഗ്രി ചോദിച്ചു. പിന്നെ B.Ed ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ മാറും. പിന്നെ നമ്മൾ കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കും. ഇതാ എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്ട് സെലക്ടഡ് ആസ് ദ എക്സാം സെൻറ്റർ. നമ്മൾ എവിടെയാണ്, അത് ഏത് എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റ് ആണ്. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ എക്സാം എഴുതി നമ്മൾ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ആ വെരിഫിക്കേഷന് വേണ്ടി പോകണം. അത് നമ്മൾ ഈ ഒരു ഡിസ്ട്രിക്റ്റ് എക്സാം എഴുതിയ എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റിൽ നിന്ന് തന്നെയാണ്, അവിടുത്തെ DO ഓഫീസിൽ നിന്നാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ അതിനു വേണ്ടി പോവേണ്ടി വരും. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണോ എക്സാം എഴുതുന്നത്, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ പോവേണ്ടത് എവിടെയാണോ അതനുസരിച്ച് കൊടുക്കുക. രണ്ടാമത് നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്, SSLC സർട്ടിഫിക്കറ്റ് ഉള്ളതുപോലെ കൊടുക്കുക. ജെൻഡർ കൊടുക്കുക അല്ലേ. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്,
നെക്സ്റ്റ് കൊടുക്കുക. അത് DDMM അല്ലേ, ആദ്യം ഡേറ്റ് മന്ത് ഇയർ വെച്ച് കൊടുക്കുക. പിന്നെ നെയിം ഓഫ് ദ ഫാദർ അല്ലെ, ഗാർഡിയൻ, റിലീജിയൻ, കാറ്റഗറി അല്ലേ, SC/ST. അപ്പോൾ നമുക്കറിയാം ഈ കാറ്റഗറിയിൽ മാർക്കിന് ഇളവുണ്ട്. 82 മാർക്കാണ് നമുക്ക് SC/ST OBC കാറ്റഗറിക്ക് വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഡിസേബിൾഡ് ആയ ആളുകൾക്ക് 75 മാർക്ക് മതി. ഓക്കെ, 75. സോ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ കാസ്റ്റ്, ഫിസിക്കൽ സ്റ്റാറ്റസ് കണ്ടോ, ഇവിടെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ്, ഡിഫറൻ്റ്ലി ഏബിൾ, വിഷ്വലി ഇമ്പയർഡ്, ഓരോ കാര്യങ്ങൾ, നോർമൽ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഏതാണെന്ന് ചോദിച്ചു. ലാൻഡ് ഫോൺ നമ്പർ അത് വേണമെങ്കിൽ ഓപ്ഷനിലായിട്ട് കൊടുത്താൽ മതി. മൊബൈൽ നമ്പർ നിർബന്ധമായിട്ട് കൊടുക്കണം. അതുപോലെ ഇമെയിൽ ID, എക്സാമിനേഷൻ ഫീ. ഓക്കെ, എക്സാമിനേഷൻ ഫീ എത്രയാണ് നമുക്ക് സെലക്ട് ഇത് ചെയ്താൽ നമ്മൾ പറഞ്ഞല്ലോ എക്സാമിനേഷൻ ഫീ വരും. നെക്സ്റ്റ് ഇവിടെ കണ്ടോ ഐഡൻറ്റിറ്റി പ്രൂഫ്, ഇവിടെ ID പ്രൂഫ് കൃത്യമായിട്ട് കൊടുക്കണം. നമ്മൾ ഏതാണോ നമ്മളെ പറയാം അഡ്രസ്സായി കൊടുക്കുന്നത് ആ ID കാർഡ് തന്നെ എടുക്കാൻ ശ്രമിക്കാം. ആധാർ കാർഡാണെങ്കിൽ ആധാർ കാർഡിൻ്റെ നമ്പറാണ് അടിയിൽ കൊടുക്കേണ്ടത്. പിന്നെ SSLC ഇക്വാലൻ്റ് സ്കീം അല്ലേ, ഏത് സ്കീമിലാണ്, CBSE ആണോ, SSLC ആണോ, അല്ലെ മറ്റേതെങ്കിലും അതേഴ്സ് ആണോ. പിന്നെ അതിൻ്റെ രജിസ്റ്റർ നമ്പർ, ഫസ്റ്റ് അപ്പിയറൻസ് രജിസ്റ്റർ നമ്പർ അല്ലെ റോൾ നമ്പർ, CBSEയിലൊക്കെ ആണെങ്കിൽ റോൾ നമ്പർ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സെലക്ട് SSC ഇക്വാലൻ്റ് ഫസ്റ്റ് അപ്പിയറൻസ് ഇയർ, ഏത് വർഷമാണ് നമ്മൾ ആദ്യമായിട്ട് അപ്പിയർ ചെയ്തത്. ഇവിടെയാണ് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ നേരത്തെ ഇത് നമ്മളെ ഇതിലുണ്ടാവണം, എന്നിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. രണ്ടാമത് നമ്മുടെ നെക്സ്റ്റ് ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടോ, അപ്പോൾ നമ്മൾ ഇവിടെ ഫോട്ടോ ഇവിടെ വരും. അതുപോലെ ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നമ്പർ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ പെൻ നെയിം ഇല്ലാത്ത ആളുകൾ ഒരു ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പോൾ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പാൾ തരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു നമ്പർ ഉണ്ടാവും, ആ ബാറൊക്കെ ഇട്ടിട്ട് ആ നമ്പർ ഇവിടെ കൊടുക്കുക. പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഇവിടെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. ഇത് എവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ അവസാനത്തെ പേജിൽ ഉണ്ടാവും. അതല്ലെങ്കിൽ ജസ്റ്റ് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, സെൻഡ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ അപ്പോയിൻമെൻറ്റ് ഓർഡർ നമ്പർ, അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് ഓർഡർ ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതാണ്. ക്ലിയർ അല്ലേ? ഇവിടെ നമ്മൾ ആദ്യം അത് സേവ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇത് നമ്മൾ ആദ്യം സേവ് ചെയ്ത് വെക്കണം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പോവേണ്ടത്. അപ്പോൾ നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വരും, സക്സസ്ഫുള്ളി സേവ്ഡ്, ചെക്ക് യുവർ പ്രിവ്യൂ പേജ്. അപ്പോൾ ഇവിടെ ഓക്കെ കൊടുത്താൽ നമുക്ക് പ്രിവ്യൂ കിട്ടും. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ടാവും. ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കണ്ടോ, ഐ ഹാവ് ഡിക്ലെയർ ദാറ്റ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ എന്ന് കാണിക്കും. എന്നിട്ട് എഡിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഫൈനൽ സബ്മിഷൻ ആൻഡ് പ്രൊസീഡ്. ഓക്കെ, യെസ് പ്രൊസീഡ് എന്ന് കാണിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, മേക്ക് പേയ്മെൻറ്റ്. ഇവിടെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ 1 സെലക്ട് ചെയ്താൽ 1000, 2 സെലക്ട് ചെയ്താൽ 2000, അങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഫീസ് കൂടുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്? ഇനി ഇത് പ്രിൻ്റ് ഔട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളിത് പ്രിൻ്റ് ഔട്ട് ചെയ്യണം കേട്ടോ. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ കാറ്റഗറി 1, 2 അത് നമ്മൾ ഏതാ അപ്ലൈ ചെയ്തത്, അതുപോലെ നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ, അപ്ലിക്കേഷൻ ID തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും. നമ്മളിനി അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ മറ്റുള്ളതിനൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യണം. അതപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കണം. ഇത് പ്രിൻ്റ് എടുത്ത് വെക്കാം. പ്രിൻ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് സേവ് ചെയ്യുക, നിങ്ങളുടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെക്കുക അല്ലേ, ഷെയർ ചെയ്തിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഐ ആക്സസ് ദ എബോവ് അണ്ടർടേക്കിംഗ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ഫോർ പേയ്മെൻറ്റ്. മുകളിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. പ്ലീസ് നോട്ട് ദാറ്റ് യുവർ ആപ്ലിക്കേഷൻ വിൽ നോട്ട് ബി സബ്മിറ്റഡ് വിത്തൗട്ട് ഫീ പേയ്മെൻറ്റ്. അതുപോലെ രജിസ്ട്രേഷൻ പ്രോസസ് വിൽ ബി കംപ്ലീറ്റ് ഓൺലി ആഫ്റ്റർ ദ സക്സസ്ഫുൾ പേയ്മെൻറ്റ്. പേയ്മെൻറ്റ് നടത്തിയിട്ട് ഇതൊക്കെ നടക്കും. പിന്നെ നമ്മൾ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് ഫോർ യുവർ പേയ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പേയ്മെൻറ്റിലേക്ക് കടക്കുന്നു. ഓക്കെ, പേയ്മെൻറ്റ് പേജിലേക്ക് എത്തുന്നു. അപ്പോൾ നമുക്ക് SBI ആണെങ്കിൽ അതിൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഡീറ്റെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉള്ളത് അത് കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാം.
പെൻ നമ്പർ ഉള്ളവർ അത് കൊടുത്ത് നേരെ പ്രൊസീഡ് ചെയ്യുക. സോ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോയിലൂടെ വരും ദിവസങ്ങളിൽ വരും. തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എജുബിൾസ് ലേണിംഗ് നമുക്ക് ഇൻറ്റൻസീവ് ആയിട്ടുള്ള കാറ്റഗറി 1, 2, 3, 4 എല്ലാ കാറ്റഗറിയിലേക്കുമുള്ള കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നാളെ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകൾ, നിങ്ങളുടെ പ്രാക്ടീസ് ടെസ്റ്റുകൾ, അതുപോലെ ഡൗൺലോഡബിൾ നോട്ട്സ്, ഇതെല്ലാം നമ്മുടെ പ്രത്യേകതയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം നടത്താം. എക്സാമിന് വേണ്ടിയിട്ടുള്ള കോൺഫിഡൻസോട് കൂടി തന്നെ നിങ്ങൾക്ക് പഠനം നടത്താം എന്നുള്ളതാണ് എജുബിൾസ് ലേണിംഗ് നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം. തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത എക്സാമിൽ നല്ലൊരു വിജയം നമുക്ക് ഉണ്ടാവട്ടെ. താങ്ക് യു.